അന്തരീക്ഷത്തിൽ ഉയർന്ന് വിലയം പ്രാപിക്കുന്നത്. ഭാവഗരിമ തീർത്തുകൊണ്ട്, ഭക്തിയുടെയും സുമനസ്സുകളുടെയും ബോധം തീർത്തുകൊണ്ട് ഈ തിരുവാഭരണ പെട്ടികൾ ശ്രീലകത്ത് എത്തിക്കഴിഞ്ഞു. മെല്ലെ നട അടച്ചു കഴിഞ്ഞു. ഇനി അഭിഷേകപ്രിയനുമാണ് ആഭരണപ്രിയനായ മാതൃഭാവത്തിലുള്ള മഹാവിഷ്ണുവിന്റെ മോഹിനിയുടെ പുത്രനായ ജ്യോതി പൂത്തു നിൽക്കുന്ന മകര സംക്രമ സന്ധ്യ ഇതാ ആ സമയം, ആ നിമിഷങ്ങൾ തന്നെ അടുത്തിരിക്കുന്നു. ഓരോ ഹൃദയങ്ങളിലും അത് കാണാനുള്ള ആകാംക്ഷ, അടങ്ങാത്ത ആകാംക്ഷയുണ്ട്. എന്നാൽ ആ ക്ഷമ ഒരു മഹാശക്തിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. നിമിഷങ്ങൾക്കകം നട തുറക്കും. സ്വാമി ശരണം. രണ്ട് രാജകുടുംബങ്ങൾ തമ്മിൽ തിരുവാഭരണങ്ങളുടെ കാര്യത്തിലും തങ്കയങ്കിയുടെ കാര്യത്തിലും സംബന്ധിച്ച് അത് ഒരു അച്ഛൻ്റെ ആഗ്രഹം കൂടിയാകുന്നു. അദ്ദേഹത്തെ മണികണ്ഠനെ അദ്ദേഹത്തിന് കാട്ടിൽ നിന്ന് ലഭിച്ചു. നാട്ടിലെത്തിച്ച് വളർത്തി അറിയേണ്ടതെല്ലാം പഠിപ്പിച്ചു. രാജാവാകാൻ മോഹിച്ചു. ഭഗവാന്റെ പൂങ്കാവനങ്ങളിൽ ഒന്നായിട്ടുള്ള 18 മലകളിൽ ഒന്നായിട്ടുള്ള പൊന്നമ്പലമേട് നട തുറക്കുമ്പോഴാണ് കമനീയമായ ചക്രവാളത്തെ ഉരുമി നിൽക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആ ഹൃദയങ്ങളിൽ നിന്നിട്ട് അയ്യപ്പ ഭജനകീർത്തനങ്ങൾ ഇതാ ഉണർന്നുയരുന്നു. അയ്യപ്പ ഭജനകീർത്തനങ്ങൾ ഉണർന്നുയരുന്നു. ഇതാ പരമപവിത്രമായിരിക്കുന്ന ദർശനങ്ങൾ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിന്റെ വാതിൽ പൊന്നമ്പലമേടിന് മുകളിൽ അതാ പ്രഭാപൂരം കാണുന്നു. പൊന്നമ്പലമേട് ഈ ശ്രീകോവിൽ വാതിൽ തുറക്കും. ഇതാ അവിടെ പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ മന്ത്രങ്ങൾ ഉയർന്നു പൊന്തുന്നു. എല്ലാ ജനങ്ങളുടെയും പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ കണ്ഠങ്ങളിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളത് അയ്യപ്പ ഭഗവാൻ ഒരു തവണ ജ്യോതിഷായിട്ട് തെളിഞ്ഞു കാണപ്പെട്ടു. ഇവിടെ ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ ആ ശ്രീകോവിൽ നട തുറന്ന അവസരത്തിൽ അതാ രണ്ടാമതും അതാ കാണുന്നു സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. ഭഗവാനതാ ജ്യോതിഷായിട്ട് രണ്ടാമതും തെളിഞ്ഞു കണ്ടു. രണ്ടാമതും ഇതെല്ലാം കണ്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ഭക്തജനത വീണ്ടും കാണപ്പെടുന്നു. മൂന്നാമതും കാണപ്പെടുന്നു. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. മൂന്നാമതും കാണുന്നു ജ്യോതിസ്വരൂപമായ ഭഗവാൻ. അകത്ത് ഈ ശ്രീകോവിലിന്റെ ഉള്ളിൽ വിഗ്രഹരൂപത്തിൽ, മനുഷ്യരൂപത്തിൽ തിരുവാഭരണം ചേർത്തി ഭഗവാൻ കുടികൾ പമ്പാസരസിന്റെ തീരത്ത് ഇതാ കമനീയമായ ജ്യോതിസുകൾ ഇതാ മിന്നിമറയുന്നു. പാണ്ഡിത്താവളത്തിന്റെ മുകളിൽ അനേക ആയിരം, പതിനായിരം, ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് അനേക ലക്ഷം ജ്യോതിസുകൾ ഇതാ അവിടെ നടന്നു. എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുത്തു. ഇപ്പോഴിതാ എല്ലാ ഭക്തജനങ്ങളും ശ്രീകോവിലിന് തൊട്ടുമുന്നിൽ